ഹലോ എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസമേ ഞാൻ നമ്മുടെ ചെന്നൈയിലുള്ള കലേങ്കനാർ സെൻറ്റിനറി പാർക്കിൽ പോയായിരുന്നു. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വ്ളോഗിലുള്ളത്. നമ്മുടെ ചെന്നൈ നഗരത്തിലെ ആ തിരക്കിൽ നിന്നൊക്കെ മാറി ഇന്ന് കുറച്ച് പച്ചപ്പും ഹരിതാഭയൊക്കെ ആസ്വദിക്കണമെങ്കിൽ അതിന് പറ്റിയൊരു സ്ഥലമാണ് ഈ പാർക്ക് എന്ന് പറയുന്നത്. നമ്മുടെ സെമ്മഴിപ്പൂങ്ക ബൊട്ടാണിക്കൽ ഗാർഡനില്ലേ, അതിന് നേരെ ഓപ്പോസിറ്റായിട്ടാണ് ഈ ഒരു പാർക്ക് വരുന്നത്. നിങ്ങൾ ടൂ വീലറിലോ കാറിലോ വരികയാണെങ്കിൽ നിങ്ങളുടെ വണ്ടി എവിടെ പാർക്ക് ചെയ്യണം? സെമ്മഴിപ്പൂങ്കയെ കൊണ്ട് പാർക്ക് ചെയ്യണം. കാരണം ഈ സെൻറ്റിനറി പാർക്കിൽ എന്തില്ല, നമുക്ക് വണ്ടി കൊണ്ട് പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ആദ്യം നിങ്ങൾ സെമ്മഴിപ്പൂങ്കയിൽ പോയിട്ട് അവിടെ വണ്ടിയെ പാർക്ക് ചെയ്യണം. അവിടെ നമുക്ക് വേണമെങ്കിൽ 1 മണിക്കൂറോ 2 മണിക്കൂറോ സ്പെൻഡ് ചെയ്യാം സെമ്മഴിപ്പൂങ്കയിൽ. അതിനുശേഷം നമുക്ക് റോഡ് ക്രോസ് ചെയ്ത് നേരെ തൊട്ട് ഓപ്പോസിറ്റായിട്ടാണ് നമുക്ക് ഈ സെൻറ്റിനറി പാർക്ക് വരുന്നത്. റോഡ് ക്രോസ് ചെയ്യാനായിട്ടേ ഇവിടെ ഒരു ബട്ടണൊക്കെ ഉണ്ട്. അപ്പോൾ ആ ബട്ടൺ നമ്മൾ പ്രസ് ചെയ്യുമ്പം എന്ത് ചെയ്യും, റെഡ് സിഗ്നൽ കത്തുകയും വണ്ടികളൊക്കെ സ്റ്റോപ്പ് ചെയ്യാൻ നമുക്ക് ഈസി ആയിട്ട് റോഡ് ക്രോസ് ചെയ്യാനും പറ്റും. പിന്നെ മൺഡേ ഈ പാർക്ക് ഓപ്പൺ ആയിരിക്കത്തില്ല കേട്ടോ. മൺഡേ ഒഴിച്ച് ബാക്കിയുള്ള 6 ദിവസവും ഈ പാർക്ക് ഓപ്പൺ ആയിരിക്കും. നിങ്ങളിപ്പോൾ ഈ കാണുന്നതാണ് ഗ്ലാസ് ഹൗസ് എന്ന് പറയുന്നത്. ഇതിനകത്ത് നമുക്ക് ധാരാളം പൂക്കളും ചെടികളൊക്കെ കാണാൻ പറ്റും. അതിന് തൊട്ടടുത്തായി കാണുന്നതാണ് ഏവിയറി. ഇവിടെ നമുക്ക് ബേഡ്സിനെ കാണാൻ പറ്റും. അതുകൂടാതെ ബേഡ്സിനെ ഫീഡ് ചെയ്യാനും പറ്റും. പിന്നെ നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്നതൊക്കെ ഗ്ലാസ് ഹൗസിനുള്ളിലെ കാഴ്ചകളാണ്. പിന്നെ ഇവിടുത്തെ വർക്കിംഗ് ടൈം എന്ന് പറയുന്നത് ഈ പാർക്ക് ഓപ്പണിംഗ് ആയിട്ടിരിക്കുന്നത് 10 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ്. ഇനി ഇവിടുത്തെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ പറയാം. 12 വയസ്സ് മുകളിലുള്ള ഒരാൾക്ക് ഇവിടുത്തെ എൻട്രി ഫീ എന്ന് പറയുന്നത് 100 രൂപയാണ്. പിന്നെ 5 വയസ്സ് മുതൽ 11 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണെങ്കിൽ എൻട്രി ഫീ എന്ന് പറയുന്നത് 50 രൂപയാണ്. പിന്നെ 3 വയസ്സ് മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണെങ്കിൽ എൻട്രി ഫീ എന്ന് പറയുന്നത് 20 രൂപയാണ്. ഈ എൻട്രി ഫീ എന്ന് പറയുന്നത് ഈ പാർക്കിനകത്തേക്കുള്ള എൻട്രിക്കുള്ള ഫീ മാത്രമാണ് കേട്ടോ. അതായത് 100 രൂപ നമ്മൾ എൻട്രി ഫീ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്തോട്ട് കയറാം. പിന്നെ ഈ നേരത്തെ കണ്ടതുപോലുള്ള ഗ്ലാസ് ഹൗസിനകത്ത് കയറണമെങ്കിലും മറ്റേ ഏവിയർക്ക് ഉള്ളിൽ കയറണമെങ്കിലൊക്കെ നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പം നിങ്ങൾ കാണുന്ന ഈ ഗ്ലാസ് ഹൗസ് ഇല്ലേ, അതിനുള്ളിൽ കയറണമെങ്കിലുള്ള ഫീ എന്ന് പറയുന്നത് 50 രൂപയാണ് വലിയ മുതിർന്ന ആൾക്കാർക്കുള്ള ഫീ എന്ന് പറയുന്നത്. കുട്ടികൾക്കാണെങ്കിൽ അത് 40 രൂപയേ ഉള്ളൂ. അതുപോലെ നമുക്ക് ബേഡ്സിനെ കാണണമെങ്കിൽ അതിന് പ്രത്യേക പേയ്മെൻറ്റ് ചെയ്യണം. അഡൾട്ടിന് 150 രൂപയാണ് അഡൾട്ടിൻ്റെ ഫീ എന്ന് പറയുന്നത് ബേഡ്സിനെ കാണണമെങ്കിൽ. ചൈൽഡിനാകുമ്പം അത് 75 രൂപയാണ്, 75 റുപ്പീസാണ്. ഇനി വേറെ എന്നുള്ളത് നമുക്ക് ബേഡ്സിനെ കാണുകയും ചെയ്യാം, ബേഡ്സിനെ ഫീഡ് ചെയ്യുകയും ചെയ്യാം. അങ്ങനെ ബേഡ്സിൻ്റെ വാച്ചിങ് പ്ലസ് ഫീഡിങ് ആണെങ്കിൽ അഡൾട്ടിനായാലും ചൈൽഡിനായാലും 500 രൂപയാണ്. പിന്നെ ഇവിടെ വേറെ സംഭവം എന്ന് വെച്ചാൽ സിപ്പ് ലൈനുണ്ട്. നമ്മളെ കേബിൾ കാറില്ലേ, അതേപോലത്തെ സംവിധാനമുണ്ട്. അതിൽ കയറണമെങ്കിൽ നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്യണം. മുതിർന്ന ആൾക്കാർക്കാണെങ്കിൽ 250 രൂപയും ചൈൽഡിനാണെങ്കിൽ 200 രൂപയാണ് അതിൻ്റെ ഫീസ് എന്ന് പറയുന്നത്, സിപ്പിൽ അതിൻ്റെ ചാർജസ് എന്ന് പറയുന്നത്. പിന്നെ വേറെ കാര്യമുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഈ പേയ്മെൻറ്റൊക്കെ ചെയ്യുന്നത് ഓൺലൈൻ വഴിയാണ് കേട്ടോ. ഈ പാർക്കിൻ്റെ മെയിൻ എൻട്രൻസിൽ ഒരു QR കോഡുണ്ട്.
ഈ QR കോഡ് സ്കാൻ ചെയ്ത് വേണം നമ്മൾ ഈ എൻട്രി ഫീയും മറ്റേ പേയ്മെൻറ്റൊക്കെ ചെയ്യാനായിട്ട്. നമ്മളങ്ങനെ QR കോഡ് സ്കാൻ ചെയ്യുമ്പോഴേ തമിഴ്നാട് സർക്കാരിൻ്റെ ഒരു വെബ്സൈറ്റാണ് ഓപ്പൺ ആയിട്ട് വരുന്നത്. ആ സൈറ്റിൽ കയറി വേണം നമ്മൾ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട്. സപ്പോസ് നമുക്ക് QR കോഡ് സ്കാൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നേരിട്ട് ആ സൈറ്റിൽ കയറി വേണമെങ്കിലും പേയ്മെൻറ്റ് ചെയ്യാം. അതായത് etickets.tnhorticulture.in എന്നാണ് ആ സൈറ്റിൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത്. ആ സൈറ്റിൽ നേരിട്ട് കയറി വേണമെങ്കിലും പേയ്മെൻറ്റ് ചെയ്യാം, QR കോഡ് സ്കാൻ ചെയ്യാതെ തന്നെ. പിന്നെ നമ്മളെ കുട്ടികളുമായിട്ടൊക്കെയാണ് വരികയാണെങ്കിൽ ചെറിയ സ്നാക്സൊക്കെ കഴിക്കാൻ വേണ്ടിയുള്ള ക്യാൻറ്റീനും ഇവിടെ അവൈലബിളാണ്. ഇത് കൂടാതെ അത്യാവശ്യം വൃത്തിയുള്ള ഒരു വാഷ്റൂം ഏരിയയും ഈ പാർക്കിൽ അവൈലബിളാണ്. ഇത് കൂടാതെ ചെറിയൊരു ട്രീ ഹൗസും ചെറിയൊരു വെള്ളച്ചാട്ടവും നമുക്ക് ഈ ഒരു പാർക്കിൽ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഒരു ഫോട്ടോഷൂട്ടൊക്കെ നടത്താൻ പറ്റിയ ധാരാളം സ്പോട്ടുകൾ നമുക്ക് ഈ പാർക്കിൽ കാണാൻ പറ്റും. പിന്നെ നിങ്ങളെ കുട്ടികളുമായിട്ടൊക്കെയാണ് വരികയാണെങ്കിൽ അവർക്ക് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ധാരാളം ആക്ടിവിറ്റീസ് ഈ ഒരു പാർക്കിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. പിന്നെ നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഗ്ലാസ് ഹൗസിലെ ചില പ്ലാന്റ്സ് വേണമെങ്കിൽ നമുക്ക് ക്യാഷ് കൊടുത്ത് വാങ്ങിക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഇത് കൂടാതെ ഇവിടെ ഒരു മിസ്റ്റ് പാത്ത് വേ എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു. അതായത് നമ്മളൊരു വഴി കൂടെ പോകുമ്പോഴേ ആ വഴിയുടെ രണ്ട് സൈഡിൽ നിന്നും ഈ വെള്ളം ശക്തിയായിട്ട് സ്പ്രേ ചെയ്യും. അപ്പോൾ നമുക്ക് നമ്മളൊരു മൂടൽ മഞ്ഞിൽ കൂടെ പോകുന്ന ഒരു ഫീൽ നമുക്കുണ്ടാകും. അത് നല്ലൊരു അനുഭവമായിരുന്നു. നിങ്ങളിപ്പോൾ ഈ കാണുന്ന ആന്തൂറിയം പൂക്കളൊക്കെ ഗ്ലാസ് ഹൗസിന് പുറത്തുള്ള കാഴ്ചകളൊക്കെയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ പാർക്കിലെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾ ചെന്നൈയിൽ വരികയാണെങ്കിൽ ഉറപ്പായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്പോട്ടാണ് ഈ ഒരു പാർക്ക്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.